ഏറെ ചൂടും വലിയ ഉഷ്ണവുമൊക്കെയുള്ള ഒരു സമയത്തിലൂടെയാണ്, മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും ഏറ്റവും കൂടുതൽ നമ്മൾ ചൂട് അനുഭവിക്കുന്നത് ഈ ഏപ്രിൽ മെയ് മാസത്തിലാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് കൂടുതൽ ഈമാനികമായിട്ട് മനസ്സിന് ശക്തിയും കരുത്തും നൽകേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലൂടെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഇതുപോലെ നല്ല ഉഷ്ണമുള്ള ചൂടുള്ള ഒരു സന്ദർഭത്തിലായിരുന്നു അത്. അഥവാ ഈത്തപ്പനകൾ പൂക്കുന്ന കാലമെന്ന് പറഞ്ഞാൽ അറേബ്യയിൽ ഏറ്റവും ചൂടിനാൽ സമ്പന്നമാകുന്ന കാലമാണ്. ആ ഒരു സമയത്ത് ആളുകൾ, വിശ്വാസികൾ തബൂക്കിലേക്ക് പുറപ്പെടുമ്പോൾ നിഫാഖുള്ള പല ആളുകളും അതിൽ നിന്ന് പുറപ്പെടുന്നവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഹൃദയാന്തരങ്ങളിൽ നിഫാഖിന്റെ അടയാളങ്ങൾ രൂപപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഇത്രയും ചൂടുള്ള സമയത്ത് നമ്മൾ മരുഭൂമി താണ്ടിക്കടന്ന് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയും ഇതൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ അവരോട് പറഞ്ഞത്, ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള എത്രയോ മടങ്ങ് ചൂടുള്ളതാണ് നരകത്തിലെ ചൂട് എന്നവരെ ബോധ്യപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചൂടും ഉഷ്ണവുമൊക്കെ നമുക്ക് നൽകേണ്ട മെസ്സേജും അത്തരത്തിലുള്ള സന്ദേശവുമൊക്കെ നാളെ പരലോകത്ത് വരാനിരിക്കുന്ന വലിയ ശിക്ഷയും അദാബും ആ നരകവും എത്രത്തോളം ശക്തമാണ് എന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഖുർആൻ ധാരാളം ആയത്തുകളിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ബോധനം നൽകിയത്. വഅൻദർതുക്കും നാറൻ തലല്ല, പ്രവാചകരെ കത്തിയാളുന്ന നരകത്തെ കൊണ്ട്, ആളിക്കത്തുന്ന നരകത്തെ കൊണ്ട് നീ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, നീ അവർക്ക് ആ നിലക്ക് ബോധവൽക്കരണം നൽകുക. ഈ ആയത്തുകൾ പലപ്പോഴും പല സഹാബിമാരെയും പിടിച്ചു കുലുക്കിയതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ വേദനിപ്പിച്ചതും മാനസികമായി തന്നെ തളർത്തിയതും ഈ ഒരു ആയത്തായിരുന്നു എന്നുള്ളത് തഫ്സീറുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ ചൂടും ഇതുപോലെ ഉഷ്ണവും ഒക്കെ ഉള്ളൊരു സമയത്തൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും പേരക്കുട്ടികളുമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുവർണമായിട്ടുള്ള മാസങ്ങളാണ്, ദിവസങ്ങളാണ് അവരുടെ മുമ്പിലൂടെ കടന്നുപോകുന്നത്. ഈ 2 മാസം എന്ന് പറയുന്നത് വേനലവധിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്തും പ്രവർത്തിക്കാനും എങ്ങനെയും പോകുവാനും ഒക്കെയുള്ള അവസരമാണ്. അവരുടെ പഠനം ഒരു വർഷത്തേത് പൂർത്തിയായി, ഏതാണ്ട് പരീക്ഷകളൊക്കെ കഴിഞ്ഞ് അവസാനിച്ച് ഇനി അവർക്ക് 2 മാസം എന്ന് പറയുന്നത് വിനോദത്തിന്റെ, കളിയുടേതാണ്, ടൂറിന്റെയും അങ്ങനെ പല യാത്രകളുടെയും ട്രിപ്പുകളുടെയും ഒക്കെയാണ്. ഇവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. ഇവിടെ മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ മക്കൾ? നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ കരളിന്റെ കഷ്ടങ്ങളെക്കാൾ വലുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയേക്കാൾ സൂക്ഷ്മമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഒന്ന് മക്കളാണ്, രണ്ടാമത്തേത് സമ്പത്താണ്, മൂന്നാമത്തേത് സ്വന്തം ശരീരമാണ്. ഈ 3 കാര്യങ്ങളാണ് കൂടുതൽ ജാഗ്രതയോടുകൂടി നമ്മളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ മക്കൾക്ക് വേണ്ടി പിന്നെ പറഞ്ഞ 2ഉം നമ്മൾ ത്യജിക്കാൻ തയ്യാറാണ്. നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും മക്കൾക്ക് വേണ്ടി നമ്മൾ ത്യജിക്കും. അവർക്ക് വേണ്ടി നമ്മളെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കും. ഇപ്പൊ മക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു രോഗം വന്നാൽ, ശക്തമായിട്ടുള്ളൊരു രോഗം വന്നാൽ നമ്മുടെ സമ്പത്ത് ആ വിഷയത്തിൽ ചെലവഴിക്കുന്നിടത്ത് നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. അതേപോലെ തന്നെ സ്വന്തം ശരീരത്തെ പോലും ജീവനെ പോലും പണയപ്പെടുത്തി സ്വന്തം അവയവങ്ങൾ പകുത്ത് നൽകുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ സ്വന്തം മകന്റെ കിഡ്നിക്ക് തകരാറ് വന്ന് അത് മുഴുവനായിട്ട് കേടുവന്നാൽ, 2ഉം നഷ്ടപ്പെട്ടാൽ തന്റെ ഒരു കിഡ്നി കൊടുക്കാൻ ഒരു പക്ഷെ ഉമ്മ തയ്യാറാവും. അവിടെ ഉപ്പ മാതാവും പിതാവും സന്നദ്ധരാകും. അവരെ സംബന്ധിച്ചിടത്തോളം കിഡ്നിയും കരളും കൊടുക്കുന്നിടത്ത് സ്വന്തം ജീവൻ പോലും അവർ പണയം വെക്കുകയാണ്. രണ്ടാമത്തേത്, എത്രയോ നാളുകൾ സമ്പാദിച്ച സമ്പാദ്യം, ഇത് ഈ വിഷയത്തിൽ അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടാവുകയില്ല.
അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഇവരെ കുറിച്ച് ഖുർആൻ നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അവർക്ക് തർബിയത്ത് കൊടുക്കേണ്ടത്. ഖുർആനിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ എത്രയോ വചനങ്ങൾ ഇതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. ഒരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ഇത്രമാത്രം ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ മക്കൾ, അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമ്പത്ത്, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഫിത്നയായി മാറും. നിങ്ങൾക്കിടയിൽ അത് കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. വേറൊരു ആയത്തിൽ അല്ലാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വുൽ ലക്കും, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് ഫഹ്ദറൂഹും, നിങ്ങൾ അവരെ ജാഗ്രതയോടുകൂടിയാണ് നിരീക്ഷിക്കേണ്ടത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഈ മക്കൾ അല്ലെങ്കിൽ ഭാര്യമാർ നമുക്ക് എതിരാകും. ഇപ്പൊ നമ്മൾ ദീനനുസരിച്ച് ഇസ്ലാം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന സാഹചര്യം ചിലപ്പോഴെങ്കിലും നമുക്ക് കാണാൻ കഴിയും. ഈ സത്യസന്ധമായിട്ട് ഈമാനികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പിതാവിന് ചിലപ്പോൾ തടസ്സം നിൽക്കുന്നത് അവരുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ ഭാര്യമാരായിരിക്കും. ഇവിടെ പലപ്പോഴും നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രം അറിയാം. നോഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. ലോത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ വായിച്ചവരാണ്. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു, അവർക്കൊക്കെ എതിരായിട്ട് അവരുടെ മക്കളുണ്ടായിരുന്നു, അതേപോലെ അവരുടെ ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ നരകത്തിന്റെ വക്താക്കളാണ് എന്ന് ഖുർആൻ അവിടെ നിന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ പലപ്പോഴും മക്കൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ചില ആളുകൾ മക്കളെ കൊണ്ട് വല്ലാതെ സന്തോഷിക്കുന്നവരുണ്ട്. കണ്ണ് നിറയെ കൺകുളിർക്ക മക്കളെ കൊണ്ട് ആത്മനിർവൃതി അടയുന്ന മാതാപിതാക്കളുണ്ട്. അതേ അവസരം അതിന്റെ ഒരു എതിർവശം, അതിന്റെ ഒരു വിപരീതം, മക്കളെ കൊണ്ട് ഇടങ്ങേറായിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഞാനിപ്പോ ഇന്നിവിടെ ഈ ബസ് സ്റ്റാൻഡിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് ഒരു മാതാവും പിതാവും, അവരുടെ ഒരു മകനുണ്ട്, ഒരു ചെറുപ്പക്കാരനായ മകൻ. ആ മകനെ ആളുകളൊക്കെ പിടിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷെ അവൻ ഈ മാതാപിതാക്കളുടെ കൂടെ പോകാൻ വേണ്ടി സന്നദ്ധനാകുന്നില്ല. പോകില്ലെന്ന് ശാഠ്യം പിടിച്ച് വാശി പിടിച്ച് ശക്തമായി ബലം പിടിച്ചു നിൽക്കുന്നു. പിന്നെ ആളുകളെല്ലാം കൂടെ കൂടി ഒരു 8-10 ആളുകൾ അവനെ താങ്ങിയ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നു. ഒരു 10-15 മിനിറ്റ് അവിടെ ശക്തമായിട്ടുള്ള പിടിവലികളുണ്ടായി. ഞാൻ പറയുന്നത് പലപ്പോഴും ഈ പിതാവിന്റെയും മാതാവിന്റെയും ഒക്കെ കണ്ണുകൾ നിറയുന്നുണ്ട്. അവര് പിടിച്ചടത്ത് കിട്ടാഞ്ഞിട്ട് പിടിച്ചുകൊണ്ടു പോകുന്നൊരു സാഹചര്യം. ഇവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരാളൊരു സുഹൃത്തിട്ട് എന്നൊരു വീഡിയോയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുക്കത്തിന്റെ അടുത്ത് നമ്മുടെ സൊസൈറ്റിയിൽപ്പെട്ട ഒരു പെൺകുട്ടി തന്റെ കാമുകന്റെ കൂടെ, കോടതിയിൽ നിന്ന് മാതാപിതാക്കളൊക്കെയുണ്ട്, പ്രവാസിയായ പിതാവ് നാട്ടിലുണ്ട്, ഒരുപാട് പ്രയാസപ്പെട്ട് അധ്വാനിച്ച് അവിടെ പോയി ഈ എല്ലാം ഉറക്കമൊഴിച്ച് ഊണ് മാറ്റിവെച്ച് ഒരുപാട് സമയം ജോലി ചെയ്ത് വളർത്തിയ ഈ മക്കൾ, ആ കൂട്ടത്തിൽ ഈ പെൺകുട്ടി അവിടെ നിന്ന് പറയുന്നു, എനിക്ക് എന്റെ കാമുകന്റെ കൂടെയാണ് പോകേണ്ടത്. അങ്ങനെ ഈ പിതാവും മാതാവും കുടുംബങ്ങളും ഒക്കെ ആ കോടതിയുടെ മുറ്റത്ത് ഈ പെൺകുട്ടിയെ കൂടെ വിളിക്കുകയാണ്. പക്ഷെ ഈ സമയത്ത് അവിടെ അടിപിടി ഉണ്ടാകുന്നു. ഈ ചെറുപ്പക്കാരന്റെ ഈ കാമുകന്റെ കൂടെ വന്നിട്ടുള്ള ആളുകൾ ചെറുപ്പക്കാരെ ഈ പിതാവിനെ മർദ്ദിക്കുകയാണ്. ഈ പിതാവിന്റെ കുടുംബത്തിൽപ്പെട്ടവരെ മർദ്ദിക്കുന്നു. ആ വീഡിയോ കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നിറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കും, ഇതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഭാര്യമാരും ഒക്കെ നിങ്ങളുടെ ശത്രുക്കളായി മാറും. നിങ്ങൾക്ക് അവരൊക്കെ കുഴപ്പമുണ്ടാക്കും, ഫിത്നയുണ്ടാക്കും. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത അവരുടെ വിഷയത്തിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് പുതിയ കാലത്ത്, ഈ പുതിയ കാലത്ത് മഹാന്മാര് പറഞ്ഞത് ഔലാദുന അക്ബാദുന, നമ്മുടെ മക്കൾ നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളാണ്. എങ്ങനെയുള്ള അല്ലത്തി തംഷി അലൽ അർദ്, അവര് ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഹുമുൻ നൂർ, അവരാണ് നമ്മുടെ പ്രകാശം. ഹും ഖുർറത്ത് അഅ്യുൻ, അവരാണ് നമ്മുടെ കണ്ണിന്റെ കുളിർമ. മഹാന്മാര് മക്കളെ കുറിച്ച് വിശദീകരിക്കുകയാണ്, അവരെ കുറിച്ച് നമുക്ക് വർണ്ണിച്ചു തരികയാണ്. ഖുർആൻ ചില പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു. ചില പ്രാർത്ഥനകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിടത്ത് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, വഅസ്ലിഹ്ലി ദീനി വഅസ്ലിഹ്ലി ഫീ ദുർരിയതി, അല്ലാഹുവേ എന്റെ മക്കളിലൂടെ എനിക്ക് നന്മയുണ്ടാക്കി തരണമേ. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആലോചിക്കൂ, പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മക്കളായി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ദീനുള്ളവരായിട്ട്, നമസ്കാരം നിലനിർത്തുന്നവരായിട്ട് അവരെ ആക്കിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. വിഗ്രഹാരാധനയിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാം.
യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുടുംബത്തോട് നമസ്കാരത്തെ കുറിച്ച് സക്കാത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു, കൽപ്പിച്ചിരുന്നു എന്നുള്ളത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുൻ. അല്ലാഹു എന്റെ ഭാര്യമാരിലും എന്റെ മക്കളിലും എനിക്ക് കൺകുളിർമ നൽകണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തക്കികൾക്ക് ഇമാമ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മക്കളെ എത്തിപ്പിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ ഈ പ്രാർത്ഥനയോടൊപ്പം അതിന് നമ്മൾ പ്രായോഗികമായിട്ട് എന്താണ് ചെയ്തത്? നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക മാത്രം പോരല്ലോ, പ്രാർത്ഥനക്കൊപ്പം തന്നെ പ്രവൃത്തിയും ഉണ്ടാവണം. പ്രവൃത്തിയുടെ കൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ നമസ്കരിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലല്ലോ. നമസ്കാരം കഴിഞ്ഞിട്ട് അത് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ഒരു സത്യസന്ധതയുണ്ട്. ഇതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ചില സംഗതികൾ. ഇപ്പൊ പിതാക്കന്മാരെയൊക്കെ പരിശോധിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. ഓവർ ടൈം ജോലി ചെയ്തിട്ട് കുടുംബത്തിന് വേണ്ടി ഒരുപാട് പെടാപാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവരുടെ പഠനം, അവരുടെ വിദ്യാഭ്യാസം എല്ലാം അതിനുവേണ്ടി എല്ലാം ഒടിഞ്ഞു വെക്കുന്നു. എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ മകൻ വിദേശത്ത് പോയിട്ട് ഒരു ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് എടുത്തു. അദ്ദേഹത്തിന് ശമ്പളമുണ്ട്, ജോലിയുണ്ട്. അതിന്റെ കൂടെ ഒരു സൈഡ് എന്നുള്ള നിലയ്ക്ക് ഒരു ബിസിനസ് സംരംഭത്തിൽ അദ്ദേഹം പാർട്ട്ണറായിട്ട് കൂടി. ഇതിങ്ങനെ പോയി കുറച്ച് മുന്നോട്ട് പോയപ്പോ അത് പൊളിഞ്ഞു പോവുകയും അത് പൊട്ടിപ്പോവുകയും തകർന്നു പോവുകയും ചെയ്തു. അവസാനം വലിയൊരു കടത്തിന്റെ ഉള്ളിൽ ഈ ചെറുപ്പക്കാരൻ, ഈ മകൻ പെട്ടുപോയി. ഈ കടം എന്ന് പറഞ്ഞാൽ ചെറുതായിരുന്നില്ല, വലിയ കനപ്പെട്ട കടമായിരുന്നു. അവസാനം ജയിലിൽ അകപ്പെടും. ജയിലിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കാലങ്ങൾ കഴിയും. ഇത് മനസ്സിലാക്കിയ നാട്ടിലെ പിതാവും മാതാവും എന്താ ചെയ്തത്? അവരുടെ വീട് വിറ്റു, അവരുടെ എല്ലാ വസ്തുവകകളും വിറ്റു. അവസാനം അവരൊരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. നമ്മൾ ആലോചിക്കൂ, എല്ലാം ആർക്ക് വേണ്ടി? സ്വന്തം മകന് വേണ്ടി. ഇതാണ് മക്കളോടുള്ള സ്നേഹം. മക്കളോടുള്ള ആ ഒരു പ്രിയവും സ്നേഹവും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ അവരെയൊക്കെ ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ടി എല്ലാം ചെയ്യണം, അവർക്ക് വേണ്ടി ഉറക്കമൊഴിക്കണം, അവർക്ക് വേണ്ടി പണിയെടുക്കണം. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്കുണ്ടാവേണ്ട ജാഗ്രത എന്താണ്? ഖുർആൻ നമ്മളെ ഉപദേശിച്ചു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ. വിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന്, സ്മരണയിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ, നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, അതൊക്കെ അവഗണിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നമസ്കാരത്തെ കുറിച്ച് ചിന്തിക്കാതെ, അത് സമയബന്ധിതമായി ചെയ്യാതെ, മറ്റ് ഇബാദത്തുകളിൽ നിന്ന് വിട്ടുനിന്ന് മക്കൾക്കും സമ്പത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്താൽ അവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികൾ എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ ആലോചിക്കൂ, സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ എത്രമാത്രം സ്നേഹം വേറെ എവിടെയും കാണാൻ കഴിയില്ല. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹത്തിൽ ആ മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന സ്നേഹം ചിലപ്പോൾ എത്രയോ ദൂരത്തേക്കൊക്കെ സഞ്ചരിക്കും. ഇപ്പൊ വിദേശത്താണ് മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ആണെങ്കിൽ, പ്രായമുള്ള മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് രോഗാവസ്ഥയിലുമൊക്കെ ഫ്ലൈറ്റ് കയറി അവിടം വരെ പോയി അവിടെ അവരുടെ കൂടെ നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇത് സ്നേഹത്തിന്റെ വല്ലാത്ത ഒരു അങ്ങേ അറ്റത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമയത്ത് നമുക്ക് പലപ്പോഴും കേട്ട സംഭവമാണ്. വീട്ടിൽ നിന്ന് വിശന്നിട്ട് ഉറക്കം വരാതെ പുറത്തിറങ്ങി. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതുപോലെ വന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഇതുപോലെ വന്നു. അങ്ങനെ അവസാനം അവരൊരു അൻസാരി സഹാബിയുടെ വീട്ടിലേക്ക് പോവാണ്. പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ വിശപ്പിന് പരിഹാരം കാണാൻ സാധിക്കും, ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു. ആവോളം വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു ആ സഹാബി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞവർ പുറത്തിറങ്ങുന്ന സമയത്ത് കുറച്ച് മുന്നോട്ട് പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പിറകോട്ട് തന്നെ വന്നിട്ട് ഈ സഹാബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾ ഈ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒരല്പം എനിക്ക് കിട്ടിയാൽ അതെന്റെ മകൾ ഫാത്തിമക്ക് വേണ്ടിയാണ്. അവൾ ഇതുപോലത്തെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ മാസങ്ങളായിട്ടുണ്ട്. ഈ സഹാബി അത് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ആലോചിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മകളോടുള്ള സ്നേഹമായിരുന്നു. അപ്പൊ ഭൗതികമായിട്ട് നമ്മൾ ഈ സ്നേഹവും അവർക്കെല്ലാം പ്രാധാന്യവും ഒക്കെ കൊടുക്കുന്നതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അവർക്ക് കൊടുക്കേണ്ട ദീന്. പലപ്പോഴും അതിൽ നിന്നൊക്കെ ആളുകൾ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം, നമ്മുടെ മതവുമായിട്ടുള്ള ബന്ധം, ദീനി ജ്ഞാനവുമായിട്ടുള്ള ബന്ധം
അതിനോടൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം, അതിനോടൊക്കെ ജാഗ്രത കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു സംഘം ആളുകൾ വന്നു. അവരിങ്ങനെ ഖുർആൻ പഠിച്ച് മദീന പള്ളിയിൽ തന്നെ 20 ദിവസം അവർ തുടർച്ചയായിട്ട് അവിടെ ഇരുന്നു. ഒരു 20 ദിവസം തികഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ കുടുംബവും മക്കളൊന്നുമില്ലേ? അപ്പൊ അവർ പറഞ്ഞു, ഉണ്ട് പ്രവാചകരെ, പക്ഷേ ഈ ഖുർആൻ നിങ്ങളിൽ നിന്ന് ഓരോന്ന് കേൾക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് സ്വാധീനിക്കുകയാണ്, അതുകൊണ്ട് ഇവിടുന്ന് പോവാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ തൽക്കാലം വീട്ടിൽ പോയി കുറച്ച് ദിവസം നിങ്ങളുടെ മക്കളുടെ കൂടെ ചെലവഴിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പോയിട്ട് അവർക്ക് ദീനീപരമായിട്ട് നിങ്ങൾ ഈ കേട്ടതൊക്കെ അവർക്ക് പകർന്നു കൊടുക്കണം, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നിങ്ങൾ കൊടുക്കണം. അതൊക്കെ കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞയക്കുന്നു. അപ്പൊ കുടുംബത്തിന് മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ആ ബാധ്യത നമ്മൾ തന്നെയാണ് നിർവഹിക്കേണ്ടത്. അബ്ബാസിയ ഖിലാഫത്തിലെ ഭരണാധികാരി മൻസൂർ, അദ്ദേഹം ഒരു സമയത്ത് ജയിലുകൾ സന്ദർശിക്കുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ജയിലുകളിൽ പോയിട്ട് അവിടെയുള്ള ആളുകളൊക്കെ അദ്ദേഹം ഇങ്ങനെ കണ്ടു. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങളിപ്പോ 2 വർഷവും 3 വർഷമൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്ത ചില കുറ്റങ്ങളിൽ നിങ്ങൾക്ക് വന്ന ചില അപാകതകൾ, ചില തിന്മകൾ, അതിന്റെ പേരിലാണ് നിങ്ങൾ ഈ ശിക്ഷ അനുഭവിക്കുന്നത്. ഈ കാലയളവിൽ നിങ്ങൾക്ക് നഷ്ടമായി തോന്നിയ എന്താണ്, ഏറ്റവും നഷ്ടമായി തോന്നിയ ഒന്നെന്താണെന്ന് ചോദിച്ചപ്പോ അവർ കുറ്റം ചെയ്ത് ജയിലിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴും അവർക്ക് വന്ന നഷ്ടമായിട്ട് അവർ അവിടുന്ന് ബോധ്യപ്പെടുത്തിയത് ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ട തർബിയത്ത്, മക്കൾക്ക് കൊടുക്കേണ്ട ദീനീപരമായ ശിക്ഷണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടുണ്ടാക്കിയെടുക്കൽ, നരകത്തെക്കുറിച്ചുള്ള പേടിയും അതേപോലെ പരലോകത്തെക്കുറിച്ചുള്ള ഈ വിശ്വാസത്തെയും ഒക്കെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾക്ക് അവസരം ഈ കാലയളവിൽ നഷ്ടപ്പെട്ടല്ലോ എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടമെന്ന് ഖലീഫ മൻസൂറിന്റെ മുമ്പിൽ ഇവർ പറഞ്ഞപ്പോ, ഇവരുടെ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് ഈ ആളുകളെ മുഴുവൻ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളത് ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മുൻഗാമികളൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്, എന്നാലും പുതിയ കാലത്ത് കൂടുതൽ ജാഗ്രത വെച്ച് പുലർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മക്കളുടെ ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് എന്താണ്? ആ പാഠശാല നമ്മുടെ വീടാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ശിക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു റാഗിൻ ഫീ ബൈതിഹി, ഓരോ ആളുകളും തന്റെ കുടുംബത്തിൽ വീട്ടിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. വമസ്ഊലുൻ അൻ റഅയതിഹി, തന്റെ കീഴിലുള്ളവരെ കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ പരലോകത്ത് അല്ലാഹു ചോദിക്കും. വൽ മർഅതു റാഇയത്തിൻ ഫീ ബൈതി സൗജിഹ, ഒരു സ്ത്രീ തന്റെ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് അഥവാ വിശിഷ്യ തന്റെ മക്കളെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചോ എന്ന് നാളെ പരലോകത്ത് അല്ലാഹു ചോദിക്കും. നാളെ പരലോകത്ത് അല്ലാഹു ചോദിക്കും. ഇന്ന് നമ്മൾ ഓരോ വിഷയത്തിലും നമ്മുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ ആലോചിക്കും, ഈ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പുറത്ത് ഈ ചൂടുള്ള സമയത്ത് അവരിങ്ങനെ പുറത്തും യാത്രയിലും വിനോദങ്ങളിലും കളികളിലും ഒക്കെ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ആളുകളുടെ തിക്കും തിരക്കുമാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ആരാധനകൾ പോലും അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നിടത്ത് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നമസ്കാരങ്ങൾ പോലും മുറക്ക് ചെയ്യാൻ പറ്റാത്ത സാധ്യതയുണ്ട്. മാത്രമല്ല, കയ്യിലുള്ള മൊബൈലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയും അവിടെ ഗെയിമുകളടക്കം അതിനൊക്കെ വേണ്ടി ഗെയിമിലൊക്കെ മുഴുകിയിരിക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് നമുക്ക് കൃത്യമായ ശ്രദ്ധയുണ്ടാവണം. അവരെ പള്ളികളിലേക്ക് വിടാൻ, അവരെ ജമാഅത്ത് നമസ്കാരങ്ങൾ നടക്കുമ്പോൾ അവരെ അങ്ങോട്ട് പറഞ്ഞേക്കാനുള്ള ഒരു കാഴ്ചപ്പാടും ആ നിലക്കുള്ള ഒരു ശാഠ്യവും രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്കുണ്ടാവണം. അവിടുന്ന് പറഞ്ഞല്ലോ, അക്രിമു ഔലാദക്കും വാക്സിനു അദബക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇതൊക്കെ പഠിപ്പിക്കേണ്ടത്? ഈ ദുനിയാവിനപ്പുറത്ത് പരലോകത്ത് ഒരിക്കലും നമ്മളും നമ്മുടെ മക്കളും പരാജയപ്പെട്ടു പോകാൻ പാടില്ല. അവിടെ പരാജയപ്പെടാതിരിക്കാൻ, പരലോകത്ത് ജയിക്കാൻ, ആ ജയത്തിലൂടെ നമുക്ക് സ്വർഗം കിട്ടാൻ. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്, നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞിടത്ത് ഒരായത്ത് ഇങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഇലാലും ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. വിശ്വസിച്ച ആളുകളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്നും കാത്തു രക്ഷിക്കേണ്ടതുണ്ട്.
അതോടൊപ്പം തന്നെ വാഹിലേക്കും നിങ്ങളുടെ കുടുംബത്തെയും, നിങ്ങളുടെ ഭാര്യമാരുണ്ട് അതിൽ, നിങ്ങളുടെ മക്കളുണ്ട് അതിൽ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നത് വഖൂദു ഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ അലാദും ശിദാദ്, അതിന്റെ മുകളിൽ ഉത്തരവാദിത്തമുള്ള കർക്കശക്കാരായിട്ടുള്ള ഏറ്റവും കനപ്പെട്ട പരുക്കൻ സ്വഭാവത്തിൽ ഇടപെടുന്ന മലക്കുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകതയെന്നോ? ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്താണോ അവർ കൽപ്പിക്കപ്പെട്ടത് അവരോട് ആജ്ഞാപിച്ചത് മാത്രം ചെയ്യുന്നവരാണ്. അതിൽ യാതൊരു വീഴ്ചയും വരുത്താത്ത മലക്കുകൾ. എന്താണോ അള്ളാഹു അവരോട് പറഞ്ഞത് ആ പറഞ്ഞതിന്റെ അപ്പുറത്ത് ലെവലേഷം അതിന്റെ അപ്പുറവും ചെയ്യാതെ കൃത്യമായിട്ടത് പാലിക്കുന്നവർ ആ നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു രക്ഷിക്കണമെന്ന് ഖുർആൻ പറയാണ്. ഈ കാത്തു രക്ഷിക്കുന്നിടത്ത് നമ്മുടെ മക്കളെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. ഈ ഇത്തരത്തിലുള്ള ഒഴിവ് സമയവും ഇത്തരത്തിലുള്ള വെക്കേഷൻ സമയവും ഒക്കെ ഒരു 2 മാസത്തോളം വരുന്ന സമയം വളരെ ശ്രദ്ധയില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് കൂട്ടുകെട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കണം. പലപ്പോഴും ഒറ്റയ്ക്ക് ചെയ്യാൻ മടിക്കുന്ന പല കുറ്റങ്ങളും തിന്മകളും അവർ കൂട്ടുകൂടുമ്പോൾ അത് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്, ഒരു പ്രതീതി, ഒരു രീതിയുണ്ട്. കൂട്ടുകൂടുമ്പോൾ പലപ്പോഴും പലതും ഇപ്പൊ മയക്കുമരുന്നിലേക്ക്, ലഹരികളിലേക്ക്, അങ്ങനെയുള്ള പലതിലേക്കും കുട്ടികളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പോവാൻ കൂട്ടുകെട്ട് ഒരു പരിധി വരെ കാരണമായി തീരുമെന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞെന്താ? അൻകിദി നഫ്സക്കി, മോളെ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം. മിനന്നാർ ഫഇന്നി ലാ അംലികു ലക്കി മിനല്ലാഹി ദർറൻ വലാ നഫാ, നാളെ പരലോകത്ത് വെച്ച് നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരാൻ, നിന്നിൽ നിന്നൊരു ഉപദ്രവത്തെ നീക്കാൻ മോളെ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. നിനക്ക് എന്തെങ്കിലും ഒരു റെക്കമെൻഡ് ചെയ്ത് നാളെ സ്വർഗം നേടിത്തരാൻ, ആ സ്വർഗം നിനക്ക് വാങ്ങിത്തരാൻ പ്രവാചകനായിട്ട് പോലും എന്നെ കൊണ്ട് സാധ്യമല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ വിളിച്ചിട്ട് പറയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ നിനക്കൊരു ഉപകാരം ചെയ്യാൻ, ഒരു ഉപദ്രവത്തെ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നബി ഉപദേശിക്കുകയാണ്. അങ്ങനെ വളർത്തി അവരൊക്കെ ഈ തറബിയത്തിലൂടെ വളർന്നു വന്നപ്പോൾ നമ്മൾ ആലോചിക്കൂ, എത്ര സമ്പന്നമായി അവര്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി. ആ രോഗാവസ്ഥയിൽ നബി മരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മക്കളും ആദ്യം മരിച്ചു, നബിയുടെ മുമ്പ് തന്നെ മരിച്ചു. നമുക്കറിയാം 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. ഈ 3 ആൺകുട്ടികൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. 3 പെൺകുട്ടികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു. നബി മരിക്കുമ്പോൾ ഒരേ ഒരു മകളാ ബാക്കിയുള്ളത്. നമുക്കറിയാം, അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ആ ഫാത്തിമ ബിബിയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞെന്താണ്? ഫാത്തിമ ഖിത്അത്തു കബദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്, എന്റെ കരളിന്റെ ഒരു കഷ്ടമാണ് ഫാത്തിമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അവസാനം റസൂലുള്ളാഹി രോഗിയായി കിടക്കുന്ന സമയത്ത് പിന്നെ ഫാത്തിമ ബിബി വരുമ്പോൾ ഒരിക്കലും റസൂലുള്ളാഹിക്ക് എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ വന്നു. അപ്പൊ കിടക്കുന്ന നബിയുടെ തൊട്ടടുത്ത് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വന്ന് ചേർന്നിരുന്നു ആയിഷ ബിബി റളിയല്ലാഹു അൻഹ വീട്ടില്. അങ്ങനെ ചേർന്നിരുന്ന് ആ അല്പം കഴിഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് ചെവിയിൽ ഒരു കാര്യം സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് ഇടത് ചെവിയിൽ വീണ്ടും ഒരു സ്വകാര്യം രണ്ടാമതായി പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു എന്നതാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞു. പ്രവാചകന്റെ മരണശേഷം ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു അന്ന് 2 കാര്യങ്ങൾ 2 ചെവിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പോലും കേട്ടില്ല, തൊട്ടടുത്തുണ്ടായിരുന്നു. ആദ്യത്തെ ആ ഒരു സ്വകാര്യത്തിൽ ഫാത്തിമ നീ കരയുകയും രണ്ടാമത്തെ സ്വകാര്യത്തിൽ നീ ചിരിക്കുകയും ചെയ്തത് എന്തായിരുന്നു? അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആദ്യം എന്റെ ചെവിയിൽ എന്റെ ഉപ്പ പറഞ്ഞത്, മോളെ ഞാൻ അള്ളാഹുലേക്ക് യാത്രയാവാൻ പോവുകയാണ്, ഞാൻ അള്ളാഹുലേക്ക് അള്ളാഹു എന്നെ തിരിച്ചു വിളിക്കാൻ എന്റെ സമയം അടുത്തിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്നേഹനിധിയായ മകൾ ഉപ്പയോടുള്ള സ്നേഹത്താൽ കരഞ്ഞുപോയത്. പിന്നെ രണ്ടാമത്തെ സ്വകാര്യത്തിൽ നീ ചിരിച്ചു, അതെന്തായിരുന്നു മോളെ? അപ്പൊ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എൻ്റെ അടുത്തേക്ക് വരുന്നത് നീയായിരിക്കും, അഥവാ പിന്നെ ആദ്യം മരിക്കുന്നത് നീയായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ചിരിക്കണമെങ്കിൽ ഈ ഒരു തർബിയത്തും ഈ ഒരു
അതവും ഒക്കെ എവിടെ നിന്നാണ് ഫാത്തിമ റളിയല്ലാഹു കിട്ടിയത്? അത് പ്രവാചകനിൽ നിന്നാണ്. എന്താണ് പറഞ്ഞതിന്റെ താല്പര്യം? പിതാവ് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് പിതാവ് പറയാണ്, ഇപ്പൊ പിതാക്കന്മാരൊക്കെ ഗൾഫിൽ പോകുമ്പോൾ മക്കൾക്കൊന്നും ചിലപ്പോൾ താങ്ങാൻ കഴിയില്ല, അവരൊക്കെ കരയും, ചിലപ്പോൾ ഭാര്യ കരയും. അപ്പൊ പിതാവ് ഇവരോട് പറയാണ്, ഞാൻ അവിടെ എത്തി ഒരു ജോലിയൊക്കെ തരപ്പെട്ട് നല്ലൊരവസ്ഥയിലെത്തിയാൽ ആദ്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് എല്ലാവരെയും കൊണ്ടുപോകും, നിങ്ങളെ ഞാൻ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരും എന്ന് പറയുമ്പോൾ ആ മക്കൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം എത്രയാണ്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ മരണപ്പെട്ടാൽ ആദ്യം എൻ്റെ അടുത്തേക്ക് വരുന്നത് മോളെ നീ ആയിരിക്കും. ഈ വാക്ക് കേട്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു പോലും. എന്തുകൊണ്ട് ചിരിച്ചു? ആ ചിരിക്കാൻ അവർക്ക് കഴിഞ്ഞത് അത് അവർക്ക് ഈ പറഞ്ഞ ദീനും ഈ പറഞ്ഞ സംസ്കരണവും തർബിയത്തും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കടി അവിടെ കൊടുത്തു എന്നതുകൊണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ പലപ്പോഴും ഇന്ന് നമ്മുടെ മക്കളൊക്കെ, മഹാന്മാരൊക്കെ പറയാറുണ്ട്, യഥാർത്ഥത്തിൽ യത്തീമുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയാറുള്ളത് വാപ്പയും ഉമ്മയൊക്കെ മരണപ്പെട്ട ഉപ്പമാരില്ലാത്തവർക്കാണ് യത്തീമുകൾ എന്ന് പറയാം. എന്നാൽ ചില മഹാന്മാരൊക്കെ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇന്നത്തെ യത്തീമുകൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവർക്ക് കിട്ടേണ്ടത് കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെ അവർ ജീവിക്കുമ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ യത്തീമുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം കൃത്യമായി നമ്മൾ നിർവഹിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുൻ അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മേൽ ഹക്കാണ്, ബാധ്യതയാണ്, അൻ യുഅല്ലിമ അഹ്ലഹു മാ ഫറളല്ലാഹു അലൈഹിം വനഹാഹും അൻഹു, എന്താണോ അള്ളാഹു അവരുടെ മേൽ ഫറലാക്കിയത് ആ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അത് അവർക്ക് പകർന്നു കൊടുക്കുക. എന്താണോ അവരോട് വിരോധിച്ചത്, ചെയ്യരുതെന്ന് പറഞ്ഞത്, ആ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞ എന്താ പറഞ്ഞതിന്റെ താല്പര്യം? നന്മ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, തിന്മ അവരോട് നമ്മൾ വിരോധിക്കണം. ഇപ്പൊ ഒരു സലാം പറയുന്നിടത്ത് പോലും പലപ്പോഴും ചിലപ്പോൾ നമ്മൾ കുടുംബത്തിലേക്ക് വരുമ്പോൾ വേണ്ടത്ര മക്കളോട് ചിലപ്പോൾ സലാം പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് നമ്മൾ എന്തോ ഒരു കുറവായിട്ട് പുറത്തുള്ളവരോട് പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ആരോടാണ്? നമ്മുടെ കുടുംബത്തോരാണ്. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, അള്ളാഹുവിന്റെ കാവലുണ്ടാവട്ടെ, ഇതാണ് നമ്മൾ ആ പറയുന്നത്. ഇത് നമ്മുടെ കുടുംബത്തിന്റെ മുമ്പിൽ ആദ്യം പറയാൻ നമുക്ക് കഴിയണം. ഇപ്പൊ ഭൗതികപരമായിട്ടുള്ള എല്ലാ ജ്ഞാനവും എല്ലാ അറിവും വേണ്ടോളം ആവോളം സമ്പന്നമായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത്. എല്ലാം കിട്ടുന്ന ഒരു ലോകത്ത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടാത്തത് അപ്പുറത്ത് കിട്ടും, മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനേക്കാൾ സൗകര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ വരെ പോയിട്ട് നമ്മൾ ഭൗതിക അറിവ് നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഈ ഭൗതിക അറിവ് നമുക്ക് വേണം, അത് ദുനിയാവിൽ മാത്രം ഉപകരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ഇത് കൂടി ചേർന്നിട്ടാണ് വെള്ളം രൂപപ്പെടുന്നത് എന്ന് നമ്മൾ പലപ്പോഴും സയൻസിലൂടെ പഠിക്കും. ഇത് പഠിക്കും. പക്ഷെ ഈ പഠിക്കുന്നതിന്റെ അപ്പുറത്ത് നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അറിവുണ്ട്. ഇതിന്റെ ഒരു മറുവശമുണ്ട്. ഈ വെള്ളം എന്ന് പറയുന്നത് ദാഹിക്കുന്നവനുള്ള ദാഹജലമാണ്. ആ ദാഹിക്കുന്നവന് നമ്മളൊന്ന് വെള്ളം കൊടുത്താൽ അതിന് വലിയ പുണ്യമുണ്ട്. അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മരുഭൂമിയിലൂടെ നടന്ന് ക്ഷീണിച്ച് ഒരാൾ അവസാനം വെള്ളം കിട്ടാതെ ജീവൻ പോലും അപകടത്തിലാകുമോ എന്ന് ആശങ്കപ്പെട്ട് അവസാനം ഒരു കിണർ കണ്ടെത്തി. അതിലെ നോക്കിയപ്പോ താഴെ വെള്ളമുണ്ട്, പക്ഷെ കോരിയെടുക്കാനുള്ള ബക്കറ്റില്ല, കയറില്ല, ഒരു സാമഗ്രിയില്ല. അദ്ദേഹം സാഹസികമായിട്ട് ആ കിണറ്റിലേക്ക് ഇറങ്ങി. അതിലിറങ്ങിയിട്ട് അദ്ദേഹം വയറ് നിറച്ച് ദാഹം തീരുവോളം കുടിച്ച് വളരെ പ്രയാസപ്പെട്ട് മുകളിലേക്ക് കയറി വരുമ്പോഴാണ് കിണറിന്റെ വക്കിലൊരു നായ വെള്ളത്തിന് വേണ്ടി നാവ് മണലിൽ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യന്റെ മനസ്സലിഞ്ഞു, ഹൃദയം അലിഞ്ഞു. ആ നായയോട് ആർദ്രത തോന്നി. വീണ്ടും ഈ മനുഷ്യൻ ആ കിണറ്റിലേക്ക് ഇറങ്ങി. ധരിച്ച ഷൂരിയിട്ട് അതിൽ വെള്ളം നിറച്ച് കടിച്ചു പിടിച്ച് വളരെ പ്രയാസപ്പെട്ട ആ വെള്ളം കരക്ക് കൊണ്ടുവന്ന നായയുടെ മുന്നിൽ വെച്ചു കൊടുത്തു. അത് പെട്ടെന്ന് കുടിച്ചു തീർത്ത് വാലാട്ടിയിട്ട് പോയി. നന്ദി എന്നോണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിന്റെ പേരിൽ ഈ മനുഷ്യന് സ്വർഗമുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ അറിവ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. ഈ തർബിയത്ത് കൊടുക്കേണ്ടത് ഒരുപക്ഷെ സ്കൂളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അറിവിന്റെ അപ്പുറത്ത് നമുക്ക് തിരിച്ചറിവ് കിട്ടണം. ഇപ്പൊ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് അവരെ സമീപിക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടണം. ആ തിരിച്ചറിവ് കിട്ടുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കാവലുമൊക്കെയാണ്. ഇന്ന് പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒളിച്ചോട്ടങ്ങളുണ്ട്, പ്രണയങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മളല്ലാത്ത മതത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ വരെ പോകുമ്പോൾ നമ്മുടെ ഒരു വല്ലാത്ത വൈകാരികത എന്തായിരിക്കും? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധക്കുറവായിരിക്കും. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വലിയൊരു സങ്കടകരമായ അവസ്ഥ പറഞ്ഞു. അദ്ദേഹം നല്ല ദീനുള്ള മനുഷ്യനാണ്, പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ മകൾ
പഠനകാലത്ത് ചെറുപ്പക്കാരനുമായി സ്നേഹത്തിലായി, അങ്ങനെ അവർ തമ്മിൽ രജിസ്റ്റർ വിവാഹം കഴിക്കുകയാണ്. പക്ഷെ ഈ മനുഷ്യന്റെ ഒരു വല്ലാത്ത ഒരു സങ്കടം ഈ കുടുംബത്തിന്റെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിവാഹം കഴിച്ച ചെറുപ്പക്കാരൻ ഖാദിയാനി കുടുംബത്തിൽപ്പെട്ടതാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിന്റെ പുറത്താണ്. ആ ബന്ധം അതോടുകൂടി വിച്ഛേദിച്ചു. ഇപ്പൊ ഒരു ബന്ധവുമില്ലാതെ വർഷങ്ങളായിട്ട് അങ്ങനെ ജീവിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവണം, കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവണം. നാളെ പരലോകത്ത് എത്തുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകെട്ടും ഇത്തരത്തിലുള്ള ബന്ധങ്ങളുമൊക്കെ അവിടുന്ന് പരാജയപ്പെടുമെന്ന് ഖുർആൻ പറയുന്നു. നാളെ പരലോകത്ത് കൂട്ടുകാർ ചിലർക്കെതിരായി മാറും, ചിലരുടെ ശത്രുക്കളായിട്ട് മാറും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖികൾ ഒഴികെ. അപ്പൊ നല്ല കൂട്ടുകെട്ട്, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, പേരമക്കൾ, അവരുടെയൊക്കെ കൂട്ടുകെട്ട് എവിടെയാണ് നമ്മളെന്ന് അന്വേഷിക്കണം. ആരുടെ കൂടെയാണ് അവർ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ആരുടെ കൂടെയാണ് അവർ ട്രിപ്പ് പോകുന്നത് എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. ഇല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അർറജുലു അലാ ദീനി ഖലീലി, അവിടുന്ന് പറഞ്ഞു, ഒരാള് ആരെയാണോ കൂട്ടുകൂടുന്നത് ആ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തൊരു അവസ്ഥയിലാണോ പോകുന്നത്, എന്തൊക്കെ സംസ്കാരമാണോ അദ്ദേഹത്തിനുള്ളത്, എന്തൊക്കെ സ്വഭാവമാണോ ആ കൂട്ടുകാരനുള്ളത്, അത് നമ്മുടെ മക്കളിലേക്കും പകരും എന്നുള്ളത് ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും നോക്കണം ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത്. നാളെ പരലോകത്ത് വരുമ്പോ ഖുർആൻ പറയാണ്, നമ്മൾ കൂട്ടുകൂടിയ ചില ബന്ധങ്ങൾ അവിടെ വരുമ്പോഴാണ് നമ്മൾ ബോധവാന്മാരാകുക, അവിടെ വരുമ്പോഴാണ് കണ്ണു തുറക്കുക. അവിടെ നിന്ന് ചിന്തിക്കും, പടച്ചോനെ ഇത് വേണ്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു കൂട്ടുകെട്ട്, ഒരു ബന്ധം അപകടത്തിലേക്ക് എത്തിയല്ലോ, നരകത്തിലേക്ക് പോകുമ്പോ ഖുർആൻ പറയാ, യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാലൻ ഖലീല, എന്റെ ഒരു നാശമേ, ഞാൻ ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകാരനെ ദുനിയാവിൽ വെച്ച് സ്വീകരിച്ചത് കൊണ്ടിപ്പോ എനിക്ക് വന്നത് നരകമാണല്ലോ, ഈ അവസ്ഥ വന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം പരലോകത്ത് വരും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് അവരെ കുറിച്ച് നമ്മൾ ജാഗ്രത ഉണ്ടാവണം. അവരെ കുറിച്ച് നമുക്ക് രണ്ട് കണ്ണിനപ്പുറത്ത് 4 കണ്ണുകൾ കൊണ്ട് അവരെ ശ്രദ്ധിക്കാൻ കഴിയണം. മുറു ഔലാദക്കും ബിസ്സലാത്തി ലിസബൈൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളെ 7 വയസ്സാകുമ്പോൾ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കണം, അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കണം. ഒരു 7 വയസ്സാകുമ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. വലരിബൂഹും അലൈഹൽ ആശിർ, 10 വയസ്സാകുമ്പോൾ നിങ്ങൾ അവരെ അടിക്കണം. നോക്കൂ, എത്രമാത്രം കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവേണ്ടത്, നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ, ഒരാൾ ആദമിന്റെ പുത്രൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം മുറിഞ്ഞു പോകും, എല്ലാ ബന്ധങ്ങളും അതോടുകൂടി ഡിസ്കണക്റ്റ് ആയിപ്പോയി, എല്ലാം വിച്ഛേദിക്കപ്പെടുകയാണ്. ഇല്ലാമിൻ സലാസ, 3 ഒഴികെ 3 അവിടെ ബാക്കിയാകും. ആ 3 ഒരു കാര്യം ഇതാണ്, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്. അപ്പൊ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പിന്നെ നമ്മുടെ മരണശേഷവും പ്രാർത്ഥിക്കണം. നമ്മുടെ കബറെങ്കിൽ വന്നിട്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി കണ്ണുനീരൊടുക്കാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടാവണം. ആ ഒരു അവസ്ഥയിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അങ്ങനെ സാധിക്കുന്നിടത്ത് ഈ വെക്കേഷനും ഇതുപോലെയുള്ള സന്ദർഭമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടില് പലപ്പോഴും ഇതിനു വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ ഈ പ്രസ്ഥാനം, നമ്മുടെ നേതൃത്വം, അതിന്റെ കീഴിൽ MSM-ഉം MGM-ഉം ഒക്കെ ഒരുപാട് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ മോറൽ ക്ലാസ്സുകൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റെസിഡൻഷ്യലായിട്ട് താമസിച്ച് 4-5 ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന സംരംഭങ്ങളുണ്ട്. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഉച്ചവരെ വന്നു പോകുന്ന സംരംഭങ്ങൾ ഓരോ മഹല്ലുകളിലും മണ്ഡലങ്ങൾ തോതിലൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ മക്കളെ എത്തിക്കാൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരാഴ്ചയെങ്കിൽ അല്ലെങ്കിൽ ഒരു 4 ദിവസം എത്രയാണോ നടക്കുന്നത്, എൻ്റെ മകനും എൻ്റെ മകളും അവിടെ എത്തണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവണം, ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവണം. അതോടൊപ്പം നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവണം. ഇത്തരം ചർച്ചകൾ ഉണ്ടാവണം. മുമ്പ് ഒരാളുടെ ഒരു അനുഭവം ഒരാൾ പങ്കുവച്ചിട്ടുണ്ട്. എന്താണ് അനുഭവം? ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ,
അദ്ദേഹം ഒരു നാട്ടിൻപുറത്ത് ജീവിക്കുന്നു. വളരെ പഴയ കാലത്ത് കരണ്ടൊന്നും വരാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, വൈദ്യുതി ഒന്നും വരാത്തൊരു കാലത്ത്. അന്നിങ്ങനെ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെയുള്ളൊരു കാലമുണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. അന്ന് ഈ പിതാവ് ചെറിയൊരു ഓട് വീട്, അദ്ദേഹത്തിന്റെ ചെറിയൊരു വീട്ടിൽ അദ്ദേഹം റബ്ബർ വെട്ടുന്ന ടാപ്പിങ്ങുകാരനാണ്. രാവിലെ സുബഹി നിസ്കരിച്ച് അദ്ദേഹം റബ്ബർ വെട്ടാൻ പോകും. ഉച്ചക്ക് മുമ്പായിട്ട് എല്ലാ ജോലിയും കഴിയും. അങ്ങനെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് മക്കളെ തർബിയത്ത് കൊടുക്കുന്നിടത്ത്, അവർക്ക് ദീൻ കൊടുക്കുന്നിടത്ത്, ശിക്ഷണം കൊടുക്കുന്നിടത്ത് വളരെ ശ്രദ്ധിച്ച ഒരാളായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും രാത്രി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വന്ന് മക്കളെ കേട്ട് പള്ളിയിലേക്ക് പോകും. അങ്ങനെ വന്ന അദ്ദേഹം വീട്ടിന്റെ ആ ഉള്ള സൗകര്യത്തിൽ പായ വിരിച്ച് എല്ലാവരും അവിടെ ഇരിക്കുന്നു. പിതാവ് മറഹൂം അമാനി മൗലയുടെ തഫ്സീർ ഇങ്ങനെ വായിക്കും. ഒരു 10-20 മിനിറ്റ് എല്ലാ ദിവസവും വായിക്കും. ഈ നമസ്കാരം കഴിഞ്ഞൊരു 10-20 മിനിറ്റ് ഇങ്ങനെ അതിന്റെ ആയത്തും അർത്ഥവും വിശദീകരണമൊക്കെ ഇങ്ങനെ വായിക്കും. മക്കളും ഭാര്യയൊക്കെ ഇങ്ങനെ കേൾക്കും. അങ്ങനെ ഒരു 20 മിനിറ്റോ കഴിയുമ്പോൾ അവിടെ നിർത്തും. പിന്നെ അതിന്റെ ബാക്കി ഒരടയാളം വെച്ച് അടുത്ത ദിവസം വീണ്ടും വായിക്കും. അങ്ങനെ അദ്ദേഹം ഇതിങ്ങനെ തുടർന്നു പോയി. അങ്ങനെ മൂത്ത മകൻ, അന്ന് ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മൂത്ത മോൻ, അവനോട് ഇപ്പൊ വീടും സ്കൂളും അതേപോലെ പള്ളിയൊക്കെ തൊട്ടടുത്ത. അന്ന് വീട്ടിൽ ഉച്ചക്ക് വിടുന്ന സമയത്ത് വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ചു പോകുന്നൊരു രീതിയാണ്. അപ്പോ പള്ളിയിൽ നിന്നും ലോഹർ നിസ്കരിച്ചിട്ടായിരിക്കണം വീട്ടിൽ വന്ന് കഞ്ഞി കുടിക്കേണ്ടത്. അപ്പൊ ഈ മാതാവിനോട് പറയും, നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കഞ്ഞി കൊടുക്കാവൂ. അപ്പോ ഈ മാതാവ് ശ്രദ്ധിക്കുക എന്താന്ന് ചോദിച്ചാല്, മാതാവ് വീട്ടിൽ വന്നാൽ ഈ മകന്റെ 2 കാലുകളും പൊക്കി നോക്കും. 2 കാലുകളും പൊക്കി നോക്കും. കാല് കഴുകി അത് വൃത്തിയാണോ എന്ന് നോക്കും. വൃത്തിയാണെങ്കിൽ ഉറപ്പിക്കും അവൻ നിസ്കരിച്ചാണ് വരുന്നത്. അങ്ങനെ ഈ മകൻ ആദ്യങ്ങളിലൊക്കെ നിസ്കരിച്ച് പിന്നെ മടി കുടുങ്ങി. പിന്നെ അവന്റെ അങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് അങ്ങനെ മടി കുടുങ്ങി. ഈ ലോഹർ അവൻ നിസ്കരിക്കാത്തൊരവസ്ഥ. മഗ്‌രിബ് ഇശാ സുബഹിയൊക്കെ ഉപ്പാന്റെ കൂടെ പള്ളിയിൽ പോകും, ഒന്നിച്ച് പള്ളിയിലേക്ക് പോകും. അപ്പൊ ലോഹറിന് അവൻ നേരെ അദ്ദേഹം ചെയ്തിരുന്നത്, ഈ കുട്ടി പള്ളിയുടെ ഹൗലിന്റെ ഭാഗത്ത് വന്ന് കാലൊക്കെ കഴുകി വൃത്തിയാക്കി നേരെ നമസ്കരിക്കാതെ വീട്ടിൽ വന്ന് ഉമ്മാക്ക് കാല് കാണിച്ചു കൊടുക്കും, കഞ്ഞി കുടിക്കും, അങ്ങനെ തിരിച്ചു സ്കൂളിലേക്ക് പോകും. അങ്ങനെ കുറെ മാസങ്ങൾ അങ്ങനെ തുടർന്നു. അങ്ങനെ ഒരു ദിവസം ലോഹർ അവൻ നിസ്കരിക്കാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഈ അമാനി മൗലവിയുടെ തഫ്സീർ ഇങ്ങനെ വായിച്ച് സൂറത്ത് ഈ യാസീനിലെ ഒരു വചനം ഒരു ദിവസം ഇങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നിങ്ങനെ ഓതുകയാണ്. ഉപ്പോതി കൊടുക്കുക. എന്താണത്? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. എന്താണ് അതിന്റെ അർത്ഥം? അന്നേ ദിവസം അഥവാ നാളെ പരലോകത്ത് മഹ്ശറയിൽ നിങ്ങളുടെ വായകൾക്ക് സീല് വെക്കും, നിങ്ങളുടെ കൈകൾ സംസാരിക്കും, നിങ്ങളുടെ കാലുകൾ സാക്ഷി പറയും, കാലുകളും തൊലികളും ഒക്കെ സാക്ഷി പറയും. അന്ന് ആ വായക്ക് സീല് വെച്ച് കൈകൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ എല്ലാം തുറന്നു പറയും. ഈ ഭാഗത്തെത്തിയപ്പോ ഈ മകൻ ബോധം കെട്ട് വീണു, പതുക്കെ തളർന്നു വീണു. അങ്ങനെ അവന് എല്ലാം ബോധമൊക്കെ ശരിയായി. ഈ സമയത്ത് അവൻ ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്നിട്ട് അവൻ ഈ മാതാപിതാക്കളോട് പറഞ്ഞു, ഞാൻ കുറെ മാസങ്ങളായിട്ട് ലോഹർ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നമസ്കരിക്കാതെ കാല് കഴുകി കാല് കാണിച്ചിട്ടാണ് കഞ്ഞി കുടിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം, എനിക്ക് മാപ്പാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഈ മകൻ അവിടുന്ന് അങ്ങോട്ട് മാറി. പിന്നെ കാണാൻ കഴിയുന്നത് പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞ് അറബിക് കോളേജിൽ അവനെ ചേർത്ത് അങ്ങനെ അറബിക് കോളേജിൽ പഠിച്ച് പിന്നീട് ഒരു ഖത്തീബും സ്കൂൾ അധ്യാപനമൊക്കെ ആയിട്ട് ഈ ചെറുപ്പക്കാരൻ മാറി എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, ആ കുടുംബനാഥൻ ശ്രദ്ധിച്ചിരുന്നൊരു ജാഗ്രതയായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും കുറച്ച് സമയം ഇങ്ങനെ ഓതിയിട്ട് കുട്ടികളൊക്കെ ഇരുത്തിയത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ ഇത് സ്വാധീനിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടി വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളും നമ്മുടെ കുടുംബമൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടവരാണ്. അവരെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ സംരക്ഷിക്കണം. അവരൊരിക്കലും വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് അവർ മാറി സഞ്ചരിക്കാൻ പാടില്ല. അവരുടെ ഹൃദയങ്ങളിലേക്ക് കൊള്ളുന്ന രൂപത്തിൽ തുളച്ചു കയറുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങളെ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഉത്ബോധനങ്ങളെ കൊടുക്കേണ്ടത്. സഹാബത്തും അവരുമൊക്കെ അവരുടെ മക്കൾക്ക് അങ്ങനെ കൊടുത്തപ്പോൾ അവരൊക്കെ ആ രൂപത്തിൽ വളർന്നു. അവരൊക്കെ നല്ലവരായിട്ട് മാറി. ചരിത്രത്തിൽ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് സഹാബത്ത് മാറി. ആ നിലക്കുള്ള ഉപദേശങ്ങളാണ് അവർക്ക് കൊടുത്തത്. ഒരു സംഭവം കൂടി ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സൗദി അറേബ്യയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിതാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്. സൗദി അറേബ്യയിൽ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിന് ബിസിനസ് സംരംഭങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടപ്പോൾ ഒരു മകനാണ് ഉണ്ടായിരുന്നത്. ഈ മകൻ ചെറുപ്പാണ്. ഈ ചെറുപ്പക്കാരനായ മകൻ അവിടുന്ന് ഈ പിതാവ് എന്ത് ചെയ്തു, ഈ ഭാര്യ മരണപ്പെട്ടപ്പോൾ അറബികൾ ഒരേ സമയത്ത് 2, 3, 4 വരെ വിവാഹം കഴിക്കുന്നവരാ.
പക്ഷെ ഈ മകനോടുള്ള സ്നേഹം കുറയുമോ എന്നൊരു ഭയം കൊണ്ട് ഈ പിതാവ് രണ്ടാമത് വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചില്ല. അങ്ങനെ ഈ മകനങ്ങനെ സ്നേഹം കൊടുത്ത് ലാളിച്ച് തൻ്റെ ഈ ഇദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും സഹോദരിമാരൊക്കെ ഉണ്ടാവും, സഹോദരങ്ങളുണ്ട്, അവരുടെ കൂടെ അങ്ങനെ ഈ മകനെയൊക്കെ വളർത്തി സ്നേഹിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ ഈ മകന്റെ കൂട്ടുകെട്ടും അവന്റെ കൂടെയുള്ള ചില കൂട്ടുകാരും ഒക്കെ ആയി ബന്ധപ്പെട്ട് അവനിങ്ങനെ വഴിതെറ്റാൻ തുടങ്ങി. അവസാനം അവൻ വളരെ മോശക്കാരനായി, എല്ലാ രംഗത്തും അവൻ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നവനായി, എല്ലാ തിന്മകളിലും അവന്റെ സാന്നിധ്യം ഉണ്ടായി. നാട്ടിൽ എല്ലാവരും അവനെക്കുറിച്ച് മോശമായി പറയാൻ തുടങ്ങി. ഈ പള്ളിയും നമസ്കാരവും ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അവൻ മാറി നിന്നു. അവസാനം ഈ പിതാവ് വല്ലാതെ ഇവനെ കൊണ്ട് മാനസികമായി തളർന്നു, വിഷാദ രോഗിയായി. അവസാനം ഈ പിതാവ് രോഗമായി, ഒരു വലിയ രോഗത്തിന് വിധേയനായിട്ട് ഇങ്ങനെ രോഗാവസ്ഥയെ കിടക്കുക. പലപ്പോഴും മകൻ ഉപദേശിച്ച് ഈ മകന്റെ വിഷയത്തിലാണ് പിതാവ് ഇങ്ങനെ ഒരു രോഗിയായി മാറിയത്. ശാരീരികമായിട്ട് തളർന്നു, മാനസികമായിട്ട് ക്ഷീണിച്ചു. അവസാനം അദ്ദേഹം ഇങ്ങനെ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരു ദിവസം ഈ മകൻ അടുത്ത് വിളിച്ചു, മോനോട് പറഞ്ഞു, മോനെ ഞാൻ ഇത് ഒരിക്കലും അറബ് പത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തെ ഉദ്ധരിച്ച ഓർമ്മയിലാണ് പറയുന്നത്. ഈ പിതാവ് പറഞ്ഞു, നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, എൻ്റെ സ്വത്തും സമ്പത്തും അതിൻ്റെയൊക്കെ അനന്തരാവകാശി നീ മാത്രമാണ്, എനിക്ക് ആകെ ഒരു മകൻ നീയാണുള്ളത്. നിന്റെ ഉമ്മ മരണപ്പെട്ടപ്പോ ഞാൻ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാതിരുന്നത് നിന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതൊക്കെ നീ തിരസ്കരിച്ചു. അതിനൊന്നും വില കൊടുത്തില്ല, ഒന്നിനും നീ യാതൊരു പ്രാധാന്യം കൊടുത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ ഒരുപക്ഷെ മരിക്കും. അതുകൊണ്ട് നീ അവസാനത്തെ എൻ്റെ ഒരു വസിയത്ത് നീ സ്വീകരിക്കണം. എന്താണ് എൻ്റെ വസിയത്ത്? ഈ പിതാവ് ഈ മകനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ 2 കാലിലും ഉണ്ടായിരുന്ന 2 സോക്സുകൾ ഉണ്ടായിരുന്നു, പഴയ സോക്സുകൾ. ഇത് ഈ മോനോട് അയക്കാൻ പറഞ്ഞു. മോനത് അയച്ചെടുത്തു. എന്നിട്ട് മോനോട് പറഞ്ഞു, നീ ഇത് നല്ലൊരു സ്ഥലത്ത് സൂക്ഷിക്കണം. ഞാനിങ്ങനെ ഒരു ദിവസം മരിക്കും. അങ്ങനെ മരിച്ച് എന്നെ കഫൻ ചെയ്ത് എല്ലാം 3 തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട മോൻ ഈ 2 സോക്സുകൾ ഈ പഴയതെന്റെ കാലിൽ ധരിപ്പിക്കണം. ഇതെന്റെ അവസാനത്തെ വസിയത്താ. ഏത് മക്കളും, ഏത് കുഴപ്പക്കാരായ മക്കളും അനുസരിക്കാത്ത മക്കളും ബാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ അവസാനത്തെ വസിയത്ത് പരമാവധി പൂർത്തീകരിക്കാൻ ശ്രമിക്കും, അത് ശിരസ വഹിക്കാൻ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഇത് മോൻ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മോൻ അത് കൊണ്ടുപോയി സുരക്ഷിതമായി പൊതിഞ്ഞൊരു ഭാഗത്ത് വെച്ചു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് ഈ പിതാവ് മരണപ്പെടുന്നു. അങ്ങനെ മയ്യത്തൊക്കെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഈ മകൻ അവിടെ നിന്ന് 2 സോക്സുമായിട്ട് വരുന്നു. ഈ പിതാവിന്റെ കാലിൽ ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അതിന് മുതിർന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, എന്താണ് ഈ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ ഉപ്പയുടെ അവസാനത്തെ വസിയത്താണ്, എൻ്റെ ഉപ്പയുടെ അഭിലാഷമാണ്. അപ്പൊ ഈ ആളുകൾ പറഞ്ഞു, ഇത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ലാത്തൊരു സംഗതിയാണ്. ഏത് മനുഷ്യൻ മരിച്ചാലും, എത്ര വലിയ സമ്പന്നം മരിച്ചാലും, ഏത് രാജാവ് മരിച്ചാലും 3 തുണിക്കപ്പുറത്ത് 4മത്തൊന്ന് കൊണ്ടുപോകാനുള്ള ഒരു ഇതില്ല, ഒരു അനുവാദം ഇസ്ലാം ദീനിലില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഈ മകൻ ശാഠ്യം പിടിക്കുകയാണ്. ഈ മകൻ ഇതൊന്നും പഠിച്ചിട്ടില്ല, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അറിയാത്തതാണെന്നൊന്നും മകൻ പഠിച്ചിട്ടില്ല. അവൻ വാശി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സദസ്സിലേക്ക് ഒരാൾ കയറി വരുന്നത്. അത് ഈ മരണപ്പെട്ട ആളുടെ ഏറ്റവും ചെറുപ്പകാലം മുതലുള്ള അടുത്ത സുഹൃത്താണ്. അദ്ദേഹം വന്നിട്ട് ഈ മകന്റെ കയ്യിലേക്ക് ഒരു കത്ത് കൊടുക്കുകയാണ്, ഒരു കവറിൽ ഒട്ടിച്ചൊരു കത്ത്. അതൊന്ന് വായിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ മകൻ അത് എടുത്ത് പൊട്ടിച്ചു, ഒരു ഭാഗത്തിരുന്ന് വായിക്കുകയാണ്. അപ്പൊ പിതാവ് അതിൽ കുറെ കാര്യങ്ങൾ എഴുതി. ഉമ്മ മരണപ്പെട്ടത് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ നിനക്ക് വേണ്ടിയുള്ള സ്നേഹവും നിനക്ക് വേണ്ടി എല്ലാം ഞാൻ മാറ്റിവെച്ച എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് ഈ അവസാനം ഈ പിതാവ് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ 2 സോക്സുകൾ എൻ്റെ കാലിൽ ധരിപ്പിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ നിന്നെ ഏൽപ്പിക്കുമ്പോൾ എനിക്കറിയാം ഒരു കാരണവശാൽ ഈ ദുനിയാവിൽ വെച്ച് നിനക്കത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാനത് ചെയ്തത് എന്തിന്റെ പേരിലാണെന്ന് അറിയുമോ? നിന്നെ ഉത്ബോധിപ്പിക്കുക. നീ മാറുകയാണെങ്കിൽ ഇവിടെ വെച്ച് മാറണം. അതായത് ഇത്രയും സമ്പത്തുള്ള കോടീശ്വരനായ ഈ പിതാവ് നിന്റെ ഒപ്പ മരിച്ചിട്ട് പുതിയ 2 സോക്സ് പോയിട്ട് പഴയത് 2 പോലും അവസാനം കൂടുതലായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് നിനക്ക് നൽകാൻ വേണ്ടിയാണ് ഞാനിത് ഏൽപ്പിച്ചത്. നിനക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല എന്ന് അറിയാം. നീ അതിൽ നിന്ന് പാഠം പഠിച്ച് മാറുമോ എന്ന ചിന്തയിൽ ഞാൻ ചെയ്ത കാര്യമാണ്. ഈ മകൻ ബോധരഹിതനായി വീണു. ചരിത്ര സംഭവത്തിൽ കാണാൻ കഴിയും. അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മാസങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടാണ് അവൻ ഒരു നോർമൽ പീരീഡിലേക്ക് തിരിച്ചു വന്നു. നല്ല അവസ്ഥയിലെത്തിയപ്പോൾ അവൻ പിന്നെ പറഞ്ഞത്, എനിക്ക് മതം പഠിക്കണം, ദീൻ പഠിക്കണം. അങ്ങനെ ദീൻ പഠിക്കുന്ന ഒരു ഷറഈയ കോളേജിൽ അവനെ കൊണ്ടുപോയി ചേർത്തു. അങ്ങനെ റിയാദിൽ ചേർത്ത് അവിടെ അങ്ങനെ വർഷങ്ങൾ പഠിച്ച് ആ ചെറുപ്പക്കാരൻ പിന്നീട് അവിടുത്തെ ഒരു പള്ളിയിലെ ഖത്തീബും പണ്ഡിതനും ഇമാമും ഒക്കെയായി മാറി എന്നുള്ളത് ആ ഒരു
ഒരു പണ്ഡിതൻ അദ്ദേഹം ഈ ഒരു സംഭവം ഉദ്ധരിച്ചു കണ്ട ഒരു അറബ് പത്രത്തിൽ എഴുതിയത് മുമ്പ് വായിച്ച ഓർമ്മ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അവർക്ക് തുളച്ചു കയറുന്ന രൂപത്തിൽ, അങ്ങനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് ഫലിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, അടുത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. നമ്മുടെ ഇബാദത്തുകളും കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി, ഒരുപാട് പ്രവർത്തിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വേനൽക്കാലവും അവധിക്കാലവുമാണ്. അതിൻ്റെ ഒരു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ബാക്കിയുള്ളത് നമ്മുടെ മക്കൾക്ക് ശിക്ഷണം കൊടുക്കാനും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഭൗതികമായിട്ട് ഒരുപാട് പഠിപ്പിക്കാനും അത് കൊടുക്കാനൊക്കെയുള്ള സമയമാണ്. ഈ സമയത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ, അതിനുവേണ്ടിയുള്ള അവസരങ്ങളും സംരംഭങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി അവർക്ക് പലതും പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അവിടെയൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവും. അവർ വഴിതെറ്റാതെ നമ്മുടെ പിടുത്തത്തിൽ നമുക്ക് ഒതുക്കി നിർത്തുവാനും അതിലൊക്കെ അവരെ കൊണ്ടുപോകാനും സാധിക്കും. അത്തരത്തിൽ ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ മക്കൾക്ക് തർബിയത്ത് കൊടുത്ത് ഈ വേനൽക്കാലത്തെ പരമാവധി നല്ല രൂപത്തിൽ ധന്യമാക്കുന്ന, ഉപയോഗപ്പെടുത്തുന്ന, വികസനമാക്കുന്ന മുത്തക്കികളിൽ, മുവഹിദുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള, അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹു എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ വിശാലമായ സ്വർഗത്തിലും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല മക്കളായിട്ട് നമ്മുടെ മക്കളെല്ലാം അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ റഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.